ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്രയും രഞ്ജിതയും കൂടി ഭയങ്കര വാക്ക് തർക്കമാണ്. ആ സമയത്ത് സുമിത്ര ചോദിക്കുകയുണ്ടായി, നിനക്ക് പേടിയുണ്ടല്ലോ രഞ്ജിതയെന്ന്. അപ്പോൾ രഞ്ജിതയും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല. അപ്പോൾ രഞ്ജിതയാണെങ്കിൽ പേടിയെന്നൊരു വാക്ക് എൻ്റെ നിഘണ്ടുവിലില്ല സുമിത്രേ. അപ്പോൾ സുമിത്ര, എനിക്ക് മനസ്സിലായി രഞ്ജിതേ, നിനക്ക് നന്നായിട്ട് തന്നെ നീ പേടിച്ചിട്ടുണ്ട്. പക്ഷേ നീ ഇപ്പം ജയിച്ചു എന്ന് നീ കരുതുന്നുണ്ട്. അതൊക്കെ വെറും തോന്നലാണ് രഞ്ജിതേ. നീ ജയിച്ചിട്ടില്ല. നീ ഒരിക്കലും ജയിക്കാനായിട്ട് പോകുന്നില്ല. ഏതായാലും വക്കീല് കുറച്ച് ദിവസം ഈ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവുമല്ലോ. ഞാനും ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഞാൻ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞോളാം രഞ്ജിതേ. നീ അത് മനസ്സിൽ കുറിച്ചോ എന്നും പറഞ്ഞ് സുമിത്ര അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ സുമിത്ര അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്ക് രഞ്ജിതയാണെങ്കിൽ പല കാര്യങ്ങളും ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രഞ്ജിതയുടെ ഭർത്താവ് വന്നിട്ട്, അല്ല രഞ്ജിതേ, ഇനി ആ വക്കീല് വല്ലതും സുമിത്രയോട് പറഞ്ഞിട്ടുണ്ടാവോ, സത്യമെല്ലാം പറഞ്ഞിട്ടുണ്ടാവോ എന്ന് ചോദിക്കുകയാണ്. താൻ എന്നാ മണ്ടനാണ്. അങ്ങനെ സത്യമെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ സുമിത്ര ഇങ്ങനെയായിരിക്കും ഇപ്പം എന്നോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. അല്ലല്ലോ, അവളോടൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഇനിയെങ്ങാനും വക്കീൽ പറഞ്ഞാലോ? ഒരിക്കലുമില്ല. വക്കീൽ അങ്ങനെയൊന്നും പറയാനായിട്ട് പോകുന്നില്ല. അരവിന്ദേട്ടാ, ഈ കാണുന്ന സ്വത്തുക്കൾ മുഴുവനും പെട്ടെന്ന് എൻ്റെ കൈവിട്ട് കളയുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഞാൻ അനുഭവിച്ച സ്വത്തുക്കൾ വല്ലവരും കൊണ്ടുപോകുന്നത് കാണാനായിട്ട് അത്ര വലിയ മണ്ടിയൊന്നുമല്ല ഞാൻ. ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാമെന്നും രഞ്ജിത പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശീതളിന് ചായയൊക്കെ കൊടുത്ത് സരസ്വതി അമ്മ കയ്യിലാക്കുകയാണ്. അപ്പോൾ സരസ്വതി അമ്മ ഭയങ്കരമായിട്ടും ഈ ശീതളെ പുകഴ്ത്തി പറയുകയാണ്. മോളെ ശീതളെ, ഞാൻ മോളോടൊരു കാര്യം പറയാം. ഏതായാലും സച്ചിന് നിന്നോട് ഭയങ്കര സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് സച്ചിൻ നിന്നോട് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. കാരണം അച്ഛമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം മോൾക്ക് മനസ്സിലായോ? ദേ, നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ. നിനക്ക് സച്ചിനെ പിരിയാനായിട്ട് കഴിയോ? ഇല്ല അച്ഛമ്മേ, ഒരിക്കലുമില്ല. എൻ്റെ സച്ചിനെ പിരിയാനായിട്ട് എനിക്ക് കഴിയത്തുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെയാണ് സച്ചിനും നിന്നോട് അമിതമായ സ്നേഹമാണ്. എങ്ങനെയോ അറിയാതെയാണ് ആ പോസ്റ്റ്മാൻ്റെ മേത്തേക്ക് നീ വീണത്. പക്ഷേ ആ സമയത്ത് സച്ചിൻ എന്താ ചെയ്തത്? സച്ചിന് ശരിക്കും ദേഷ്യം വന്നു. കാരണം ഒരു അന്യ പുരുഷൻ നിന്റെ ദേഹത്ത് തൊടുന്നത് പോലും സച്ചിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ആ സച്ചിൻ അത്രേ അയാളോട് ദേഷ്യപ്പെട്ടത്. അപ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ, എത്രമാത്രം നിന്നോട് സ്നേഹമുണ്ടെന്ന് സച്ചിന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നീ സുമിത്രയെ ഏർപ്പെടുത്തരുത്. സുമിത്രയോട് നീ സത്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. അച്ഛമ്മ എന്തൊക്കെയാ പറയുന്നത്? എൻ്റെ അമ്മയോട് എനിക്ക് കാര്യങ്ങളെല്ലാം തുറന്ന് പറയണം, എന്നാലും എനിക്ക് സമാധാനമാവുള്ളൂ. ദേ ശീതള, ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ കേൾക്കണം. നിന്റെ അമ്മയോട് നീ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെട്ട് സച്ചിനെയും നിന്നെയും പിരിക്കാനായിട്ട് നിന്റെ അമ്മ നോക്കും. അതുകൊണ്ട് അത് വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ മനസ്സിലാവുന്നുണ്ടോ? എന്നാലും അച്ഛമ്മേ, അമ്മയോട് പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് എൻ്റെ അമ്മ ഏറ്റവും വലുതാണ്. എൻ്റെ അമ്മ എന്നെയൊന്നും പിരിക്കാനായിട്ട് നോക്കൂല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയാണെങ്കിൽ പിരിക്കാനായിട്ട് നോക്കൂലെന്നോ. സുമിത്ര എത്ര പേരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരുടെ ജീവിതമൊക്കെ കുളം തോണ്ടിയിട്ടുണ്ട്. അച്ഛമ്മേ, അനാവശ്യം പറയാനായിട്ട് നിൽക്കരുത്. ഞാൻ അനാവശ്യം പറയുന്നു? എത്രയെത്ര ഉദാഹരണങ്ങളാണ്. ദേ, ശരിക്കുള്ള ഉദാഹരണം നിന്റെ അച്ഛനും പിന്നെ രോഹിത്തും. അവരുടെ ഇടയിൽ കയറി കിടന്ന് എന്തോരം ബുദ്ധിമുട്ടുകളാണ് സുമിത്ര ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പതേ ആ പൂജയുടെ ജീവിതം തകർത്തുകൊണ്ടിരിക്കുകയാണ്. ആ പാവം പെൺകുട്ടിയുടെ ജീവിതം പൂജയെ വശത്താക്കി വെച്ചിരിക്കുകയാണ് നിന്റെ അമ്മ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പം നീ കാര്യങ്ങളൊന്നും പറയാനായിട്ട് നിൽക്കരുത്. ഇല്ല, ഞാൻ എന്തൊക്കെയായാലും അമ്മയെ കണ്ടിട്ട് പോളൂ. ദേ ശീതളെ, ഞാൻ പറയുന്ന നീ കേൾക്കുന്നുണ്ടോ? നീ അമ്മയോട് ഇപ്പോൾ ഒരു കാര്യം പറയണ്ട. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഈ സുമിത്ര സച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലും. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. നീ സച്ചിൻ്റെ അടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് പോലെ നീ കേട്ടേ മതിയാവുള്ളൂ ശീതള. അപ്പോൾ സരസ്വതി അമ്മ ഇങ്ങനെ ഗുണഗുണാന്നിങ്ങനെ ശീതളോട് പറയണം. അപ്പോൾ ഇതൊക്കെ കേട്ട ശീതളാണെങ്കിലും ശരി, ഇപ്പം ഞാൻ ഏതായാലും പോകാം. അത് പേടിച്ചിട്ടൊന്നുമല്ല. ഇനിയും വൈകിട്ടുണ്ടെങ്കിൽ സച്ചിൻ എന്നെ ഒരുപാട് വഴക്ക് പറയും. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. അല്ലെങ്കിൽ ദേഷ്യത്തിലാണ് സച്ചിൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം തന്നെ പോവുകയാണ്. പിന്നെ അച്ഛമ്മയോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എൻ്റെ അമ്മയെക്കുറിച്ച് ഇനി ഇത്തരത്തിലുള്ള അനാവശ്യങ്ങൾ പറഞ്ഞു പോകരുത്. അച്ഛമ്മയല്ല എൻ്റെ അമ്മ, പറഞ്ഞ മനസ്സിലായോ എന്ന് പറഞ്ഞുകൊണ്ട് ശീതൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ശീതൾ പോയി കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ഒരു സ്നേഹം കണ്ടില്ലേ?
അവളുടെ ഒരു അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരസ്വതി ഇങ്ങനെ പല കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പങ്കജിൻ്റെ വീടാണ്. അപ്പോൾ പങ്കജിൻ്റെ വീട്ടിൽ അപ്പവും അതേപോലെ തന്നെ പൂജയും കൂടി ആ മീൻകറി ഉണ്ടാക്കുകയാണല്ലോ. അപ്പോൾ ഈ അപ്പുവിനോട് നമ്മുടെ പൂജ പറയുകയാണ്, അപ്പോട്ട് അത്ര ഉപ്പിടല്ലേ അപ്പോട്ടാ, അത് ശരിയല്ല, അത്ര ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ കൊള്ളില്ല പോവും. പൂജേ, നീ എൻ്റെ കൈ വിട്ടേ പൂജേ. ഇല്ല, ഞാൻ വിടില്ല. അപ്പോട്ടാ ഇത്ര ഉപ്പിടല്ലേ, ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ കറിക്ക് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോട്ടാ എന്നൊക്കെ പറയുമ്പോൾ പങ്കജിതെല്ലാം കേൾക്കുകയാണ്. പങ്കജിതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പങ്കജിനാണെങ്കിൽ കലി സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ പങ്കജ് നേരെ അടുക്കളയിലേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് രണ്ടുപേരും കൂടി ഭയങ്കരമായിട്ടും കറി ഉണ്ടാക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ പൂജയാണെങ്കിൽ പൂജയുടെ ഷോൾ എടുത്തിട്ട് ഈ അപ്പുവിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ്. വേർത്തിട്ട് ഒരു രക്ഷയില്ലാതെ നിൽക്കുകയല്ലേ. ഇനി ഈ കറിയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് പൂജയുടെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പൂജ ടേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ അപ്പോട്ടാ എല്ലാം കറക്റ്റ്, എരിവും ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ് അപ്പോട്ടാ, ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് പൊഴുത്തി പറയുകയാണ്. പക്ഷേ പങ്കജ് ഇതെല്ലാം കണ്ടിട്ട് ആകെ കാലി വന്നൊരവസ്ഥയിൽ പിന്നീട് കാണിയത് നമ്മുടെ ഹോസ്പിറ്റലാണ്. അപ്പോൾ സുമിത്ര നേരെ ഹോസ്പിറ്റലിൽ ഈ ഡോക്ടറെ കാണാനായിട്ട് ചെന്നിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടറെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടറെ അദ്ദേഹത്തിനൊരു കുഴപ്പമില്ലല്ലോ അല്ലേ. കുഴപ്പമോ? അതെന്താ സുമിത്ര അങ്ങനെ ചോദിച്ചത്? അതല്ല, അദ്ദേഹത്തിന് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചു, പക്ഷേ ശരിക്കൊന്നും പരിക്കുകളൊന്നുമില്ല, എന്നാലും അദ്ദേഹത്തിൻ്റെ ജീവൻ അത് പ്രാധാന്യമാണ്. കാരണം ഇനിയും ഒരാഴ്ച ഇവിടെ കിടക്കേണ്ടി വരുമെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും നോക്കണം ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടറോട് ഇങ്ങനെ പറയുകയാണ് നമ്മുടെ സുമിത്ര. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടറാണെങ്കിൽ ഈ വക്കീലിൻ്റെ ആരെങ്കിലും ആണോ, റിലേറ്റീവ് വല്ലതും ആണോ സുമിത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല, എൻ്റെ ഭർത്താവിൻ്റെ വക്കീലായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും പേടിക്കേണ്ട സുമിത്ര, ഈ അദ്ദേഹത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, ഒരാപത്തും വരില്ലെന്നേ. ശരി ഡോക്ടർ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്ര പോവുകയാണ്. അങ്ങനെ രഞ്ജിത്ത് നേരെ ICUയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് ഈ വക്കീലിനോട് പല കാര്യങ്ങളിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴാണ് സുമിത്ര വരുന്നത്. അപ്പോൾ സുമിത്ര നേരെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ രഞ്ജിതയുടെ ഭർത്താവാണെങ്കിൽ എന്തൊക്കെയോ ഫോണിൽ കണ്ട് രോമാഞ്ചരിയാണ്, എന്താണാവോ അതൊക്കെ കണ്ടിരുന്ന് ഭയങ്കര ചിരിയും കളിയും വർത്തമാനമൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് സുമിത്ര ഇത് കാണുന്നത്. അപ്പോൾ സുമിത്ര, ദൈവം ഇനിയിപ്പോൾ രഞ്ജിത എവിടെ പോയി? അപ്പോൾ ഐസിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത ഈ വക്കീലോട് എന്തൊക്കെയോ കാര്യോട് സംസാരിക്കുകയാണ്. അപ്പോൾ സുമിത്രയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായി, എന്തൊക്കെയോ ഭീഷണിപ്പെടുത്തിയെന്ന് മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് ഈ അരവിന്ദൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നു. അപ്പോൾ അരവിന്ദനും ആകെ ടെൻഷനായി. അപ്പോൾ അരവിന്ദൻ നേരെ സുമിത്ര അടുത്തേക്ക് ചെന്നിട്ട്, ഒന്നുമില്ല സുമിത്രേ, ചുമ്മാ രോഗത്തെക്കുറിച്ച് ചോദിക്കാമെന്ന്, ഓരോ വിശേഷങ്ങളെ ചോദിക്കാമെന്നാണ് എനിക്ക് മനസ്സിലായി, വിശേഷങ്ങൾ ചോദിക്കുകയാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. പക്ഷേ ഇവിടെയൊക്കെ തന്നെ ഞാൻ ഉണ്ടാകുമെന്നൊന്നും പറഞ്ഞേര്, നിങ്ങളുടെ കള്ളത്തട്ടിപ്പുകളെല്ലാം പൊളിയാനായിട്ട് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, അതൊന്ന് രഞ്ജിതയോട് പറഞ്ഞേരെന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ആ ഹോസ്പിറ്റലിൽ വിട്ട് പോവുകയാണ്. അപ്പോൾ ഈ നമ്മുടെ രഞ്ജിതയുടെ ഭർത്താവിനാണെങ്കിൽ ആകെ ടെൻഷൻ, ദൈവം ഇനി ഇവള് പറഞ്ഞ പോലെ തന്നെ അല്ലേ വല്ലതും ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് ആകെ ടെൻഷനായി നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് പങ്കജിൻ്റെ വീട് കാണിക്കുകയാണ്. അപ്പോൾ അപ്പവും പൂജയും കൂടി കറിയൊക്കെ വെച്ചിട്ട് ആ മേശപ്പുറത്തേക്ക് നിരത്തി വെക്കണം. അതിനേക്കാളും കൂടുതൽ വേറെ വിഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അപ്പു ആണെങ്കിൽ പങ്കജിനെ വിളിക്കേ, അവനിതെല്ലാം കണ്ട് അന്തം വിട്ടിങ്ങ് നിൽക്കട്ടെ. പങ്കജേ എന്നും പറഞ്ഞുകൊണ്ട് പൂജ വിളിക്കണം. അപ്പോൾ പങ്കജ് വരികയാണ്. പങ്കജ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും കറി ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ അപ്പു ആണെങ്കിൽ ഇനി ഭക്ഷണം കഴിച്ചാലോ? അപ്പോൾ വേലക്കാരി, നിങ്ങളെല്ലാവരും ഇരിക്കും, ഞാൻ വിളമ്പിത്തരാം. അയ്യോ വെള്ളം എടുത്തില്ല, ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അപ്പു നേരെ അടുക്കളയിലേക്ക് ചെന്ന് വെള്ളം എടുക്കാനായിട്ട് ഒരുങ്ങിയാണ്. പങ്കജ് ഇതൊന്നും കണ്ടെടുത്തിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതേ അപ്പു വെള്ളം എടുത്തുകൊണ്ട് വരുന്നു. അപ്പോൾ അപ്പുവിനെ വീഴ്ത്താൻ വേണ്ടി ഈ പങ്കജ് നേരെ കാലങ്ങോട്ട് നീട്ടുകയാണ്. കാലങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞപ്പോഴേക്കും പാവം അപ്പു അത് കണ്ടില്ല. അപ്പു ആ കാല് തട്ടിക്ക് പടക്കവും തല്ലി വീഴുകയാണ്. ഈ ക്യാനാണെങ്കിൽ അവിടെ തെറിച്ചും വീഴുകയാണ്. അപ്പോൾ അപ്പുവിൻ്റെ ആ വീഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പങ്കജിനെ ശരി സഹിക്കാനും പറ്റില്ല. അപ്പോൾ നമ്മുടെ പൂജ പേടിച്ച് പറിച്ചിട്ട്, അയ്യോ അപ്പോട്ട് എന്ത് പറ്റി അപ്പോട്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടി വരികയാണ്. അപ്പോൾ പങ്കജാണെങ്കിൽ മാറി നിൽക്കാനായിട്ട് പാടില്ലല്ലോ. അപ്പോൾ പങ്കജും വന്നിട്ട് അപ്പുവിനെ പിടിച്ച് ആ കസാരയിൽ ഇരുത്തുകയാണ്. അപ്പോട്ട് എന്ത് പറ്റി അപ്പോട്ടാ, വേദനിച്ചു അപ്പോട്ടെ എന്നൊക്കെ ചോദിക്കണം. നല്ല വേദനയുണ്ട് പൂജെ. അപ്പോൾ പങ്കജ്, അയ്യോ സോറി അപ്പു, എൻ്റെ കാല് തട്ടിയാ വീണതല്ലേ, ഞാൻ അറിയാതെ, സോറി അപ്പു. അപ്പോൾ അപ്പുവിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അങ്ങനെ നന്നായിട്ട് വേദനിക്കുന്നുണ്ടല്ലോ അപ്പോട്ടെ, ഞാൻ ഏതായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, വാ പോട്ടെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല പൂജ. അപ്പോൾ വേലക്കാരിയാണെങ്കിൽ ഞാൻ സ്പ്രേ എടുത്തിട്ട് വരാം, ഇവിടെ സ്പ്രേ ഉണ്ട് എന്നും പറഞ്ഞ് സ്പ്രേ എടുക്കാനായിട്ട് ഓടി പോവുകയാണ്. അപ്പോൾ പൂജ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അല്ല ശരിയാണ്, വേണ്ടെന്നേ, ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ ശരിയാവില്ല, നല്ല വേദന ഉണ്ടല്ലോ, ഇനി കാലിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കറിയാൻ പറ്റും,
അതുകൊണ്ട് നമുക്ക് പോകാം. ശരി, എങ്കിൽ പിന്നെ പോകാം. അപ്പോൾ പങ്കജ് പറയുകയാണ് ഞാൻ ഏതായാലും ബാഗിൽ കൊണ്ട് വിടാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം ഏതായാലും നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അരവിന്ദനെ. അപ്പോൾ അരവിന്ദനാണെങ്കിൽ ഐസിൽ നിന്നിറങ്ങി വന്ന നമ്മുടെ രഞ്ജിതയോട്, രഞ്ജിതേ ആകെ പേടിക്കണം, സുമിത്ര വന്ന് കുറേ നേരം ഒളിഞ്ഞു നോക്കിയിട്ട് പോയി, ഇനി എന്തെങ്കിലും പറ്റുമോ ആവോ? എന്തു പറ്റാനായിട്ട്? അവളൊരു ചുക്കും ചെയ്യാനായിട്ട് പോകുന്നില്ല. ഏതായാലും വക്കീൽ ഇനി അവളോട് സത്യം പറയില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അഥവാ വക്കീൽ നമ്മളെല്ലാം മറികടന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ സംഭവങ്ങളെല്ലാം എന്താണെന്ന്. അപ്പോൾ അരവിന്ദൻ അങ്ങനെ ഒന്ന് ചിരിക്കുകയാണ്. അപ്പോൾ അരവിന്ദനാണെങ്കിൽ പേടിയും തോന്നുന്നുണ്ട്. പക്ഷേ രഞ്ജിതയ്ക്കാണെങ്കിൽ ഒരു പേടി പോലുമില്ല. രഞ്ജിതയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. ഈ വക്കീലെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വക്കീലിനെ തട്ടിക്കളയോ എന്നുള്ളൊരു ഒറ്റ ചിന്തയോട് കൂടി തന്നെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുക നമ്മുടെ സുമിത്ര. അപ്പോൾ സുമിത്ര വീട്ടിലേക്ക് കയറി വരികയാണ്. വീട്ടിലേക്ക് കയറി വെള്ളമൊക്കെ ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി ചോദിക്കുകയാണ്, അല്ല സുമിത്ര, നീ ഇത്ര നേരത്തെ എവിടെയായിരുന്നു? നീ എവിടെ പോയതാ സുമിത്രേ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് പോയതാണ്. അപ്പോൾ സരസ്വതി അമ്മ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, അവളുടെ ഫ്രണ്ട് വക്കീലിനെ കാണാൻ പോയിട്ട് അവളുടെ ഫ്രണ്ടിനെ കാണാൻ പോയതാന്ന്. അപ്പോൾ സുമിത്ര പെടുന്ന ടേബിളിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് 2 ചായക്കപ്പ് കാണുകയാണ്. അപ്പോൾ സുമിത്രയ്ക്ക് ഭയങ്കര സംശയം. അപ്പോൾ സുമിത്ര ചോദിക്കുകയാണ്, ഇതെന്താ 2 ചായക്കപ്പ്? ഇവിടെ ആരെങ്കിലും വന്നായിരുന്നോ? ആര് വരാനായിട്ട്? അല്ല, ആരെങ്കിലും വന്നോ എന്നാ ചോദിച്ചത്. ഇവിടെ എന്താ 2 ചായക്കപ്പ് ഇരിക്കുന്നത്? സുമിത്ര, നിനക്ക് എന്തിൻ്റെ കേടാ? നീ എന്തിങ്ങനെ സംശയത്തോടു കൂടി തന്നെ ചോദിക്കുന്നത്? ഇവിടെ ആര് വരാനായിട്ടാ? ഇവിടെ ആരും വന്നില്ല. ഞാൻ കുടിച്ച ചായക്കപ്പാണത്. പക്ഷെ എൻ്റെ ദൈവമേ, എനിക്കെന്താ ചായയും കുടിക്കാനായിട്ട് പാടില്ലേ? ഞാൻ 2 ചായ കുടിച്ചെന്ന് വിചാരിച്ചപ്പോൾ എന്താ കുഴപ്പം? ഞാൻ ചിലപ്പോൾ 2 ചായ കുടിക്കും, 2 കാപ്പി കുടിക്കും. അതൊക്കെ എന്തിനാണ് സുമിത്ര നീ ചോദിക്കുന്നത്? ഓരോരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് അവൾ വന്നേക്കും എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോവുകയാണ്. അപ്പോൾ സുമിത്രയ്ക്കാണെങ്കിൽ വല്ലാത്ത കലിയും വരുന്നുണ്ട്. ഈ തളയെ പുറത്തേ പറഞ്ഞു വിടാനും പറ്റൂലല്ലോ എന്നൊക്കെ ആലോചിച്ച് ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ്. പിന്നീട് നമ്മുടെ ഈ അപ്പൂനാണ് ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമല്ലോ. വാ, ഞാൻ കൊണ്ടാക്കാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പു ആണെങ്കിൽ സമ്മതിക്കുന്നുമില്ല. അപ്പോൾ പൂജ പറഞ്ഞാണ് ശരി എന്ന് ഞാൻ കൊണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പൂജയുടെ തോളിൽ കൈയിട്ടിട്ട് അപ്പവും പൂജയും കൂടി നടന്നു പോവുകയാണ്. പക്ഷെ ആ നടന്നു പോക്കത്തിലും അപ്പു തിരിഞ്ഞു നോക്കിയിട്ട് ഈ പങ്കജിനെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പങ്കജിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി, ഇവൻ മനഃപൂർവ്വം ചെയ്താണെന്ന്. ഞാൻ പൂജയെ വളയ്ക്കാൻ നടക്കും തോറും ഇവനാണല്ലോ ഇപ്പം പൂജയെ വളച്ച് കയ്യിലാക്കുന്നത്. ഏതായാലും പൂജയും അവനും വഴക്കിടണം, അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും എന്നാണ് പങ്കജ് ചിന്തിക്കുന്നത്. പിന്നീട് നമ്മുടെ സുമിത്ര ഓരോ കാര്യങ്ങൾ ആലോചിച്ചു നിൽക്കണം. എന്നാലും എങ്ങനെയായിരിക്കും ഈ രഞ്ജിത വക്കീലിൻ്റെ കാര്യം അറിഞ്ഞത്? എന്നെ വക്കീലെ കാണാൻ വരുന്നുണ്ടെന്ന് ആരായിരിക്കും അറിയിച്ചത്? ഇനി ഈ തള്ളവല്ലതാണോ? അപ്പോൾ സരസ്വതി അമ്മ അന്ന് ചോദിച്ച കാര്യങ്ങളെല്ലാം സുമിത്രയുടെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. അപ്പോൾ സുമിത്ര ഒന്ന് ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സരസ്വതി അമ്മ ചോദിച്ചല്ലോ മോളെ ആരാണെന്ന്. പെട്ടെന്ന് സുമിത്ര പറയുകയും ചെയ്ത് രോഹിത്തിൻ്റെ വക്കീലാണെന്ന്. അപ്പോഴാണ് സുമിത്രയ്ക്ക് അബദ്ധമാണെന്നത് തോന്നിയത്. അങ്ങനെ സുമിത്ര പോകുന്ന സമയത്ത്, അല്ല എന്തിനാ വക്കീൽ വിളിച്ചത്? അതൊക്കെ നിങ്ങളറിയേണ്ട കാര്യം എന്താണ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? അത് നിങ്ങളറിയേണ്ട കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര പോവുകയാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സുമിത്ര. അതിനുശേഷം ഈ സുമിത്ര നേരെ സരസ്വതിയമ്മയോട്, ഞാൻ വക്കീലിനെ കാണാൻ പോയ കാര്യം രഞ്ജിതയോട് ആരാ പറഞ്ഞത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതിയമ്മ എന്താന്ന് ചോദിച്ചത്? വക്കീലിനെ ഞാൻ കാണാൻ പോയ കാര്യം രഞ്ജിതയോട് നിങ്ങൾ പറഞ്ഞോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഏതു വക്കീല്? എൻ്റെ മുന്നിൽ കിടന്ന് അഭ്യാസം കാണിക്കാനായിട്ട് നിൽക്കണ്ട. ഞാൻ വക്കീലിനെ വിളിച്ച കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. രഞ്ജിത കറക്റ്റ് സമയത്ത് അവിടെ വരികയും ചെയ്തു. എങ്ങനെയാണ് രഞ്ജിത അറിഞ്ഞത്? നിങ്ങളല്ലാതെ വേറെ ആരും പറയാനായിട്ട് പോകുന്നില്ല സുമിത്രേ. എന്നാലും നീ എന്നെ ഇങ്ങനെ സംശയിക്കാമോ സുമിത്രേ? എന്തിനാ സുമിത്ര നീ എന്നെ ഇങ്ങനെ സംശയിക്കുന്നത്? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, പൂജയില്ലേ? പൂജയും പങ്കജും എപ്പോഴും കൂട്ടാണ്. എന്നിട്ട് നീ എന്നെ മാത്രം സംശയിക്കേണ്ട കാര്യമുണ്ടോ? ചിലപ്പോൾ പൂജയാണെങ്കിലോ പങ്കജിനോട് പറഞ്ഞത്, അങ്ങനെ പങ്കജ് രഞ്ജിതയോട് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും രഞ്ജിത അറിഞ്ഞിട്ടുണ്ടാവുക. നീ എന്നെ ഇങ്ങനെ സംശയിക്കില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞ മുഴുവൻ സത്യമാണെന്ന് മനസ്സിലായില്ലേ? നീ പറ സുമിത്രേ. എന്നെ സംശയമൊന്നും ഇല്ലല്ലോ സുമിത്രേ, നീ പറ. അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യമൊന്നും എനിക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അത്ര ആത്മാർത്ഥതയുള്ളവളല്ലേ? ഞാൻ അവിടെ ഇവിടെ നടന്ന കാര്യങ്ങൾ പറയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ സുമിത്ര മനസ്സ് ചിന്തിക്കണം, അയ്യോ ഒരു മാന്യത്തി എന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് സുമിത്ര. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.